തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ അടുത്ത് കുമാരപുരം എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്. അവിടെ ഒരു വിനായക കോവിലുണ്ട്. അപ്പോൾ ആ ഒരു തെരുവിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഒരു വെൽഡിംഗ് ഷോപ്പ് നടത്തിയിരുന്ന ഒരാളുടെ പേരായിരുന്നു പെരിയസ്വാമി. ഒരുപാടധികം വർഷങ്ങളായിട്ട് ആള് അവിടെ തന്നെയാണ് വെൽഡിംഗ് ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത്. അവിടെ നിന്ന് നടക്കാവുന്ന ദൂരത്തിലായിരുന്നു ആളുടെ വീട്. അപ്പോൾ ആ ഏരിയയിലുള്ള എല്ലാവർക്കും ഒരു ഫെമിലിയർ ഫേസ് ആയിരുന്നു ഈ ഒരു പെരിയസ്വാമിയുടേത്. ഈ ഒരു പെരിയസ്വാമിയുടെ റൊട്ടീൻ പറയാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ആള് കടയിലോട്ട് വരും, എന്നിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ വീട്ടിലോട്ട് പോകും. ആളൊരു ഫാമിലി മാൻ ആയിരുന്നു. ആൾക്കൊരു വൈഫും 2 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആളുടെ വൈഫിന്റെ പേര് പാർവതി എന്നായിരുന്നു. 33 വയസ്സായിരുന്നു അവരുടെ പ്രായം. ഈ പാർവതിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവർ ഒരു MSc ഗ്രാജുവേറ്റ് ആയിരുന്നു. ഈ പെരിയസ്വാമി ആണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫാമിലി ഇവരുടെ കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ജാതകമൊക്കെ നല്ല രീതിയിൽ ചേർന്നു. അങ്ങനെ ഒരു കല്യാണം നടക്കുകയായിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ഇവർക്ക് ആദ്യം ഒരു മകൻ പിറന്നു. ശ്രീദേവ് എന്നായിരുന്നു ആ ഒരു പയ്യന്റെ പേര്. ഈ ഒരു സമയത്ത് ആ പയ്യന് ഏകദേശം ഒരു 8-9 വയസ്സ് പ്രായമുണ്ട്. അതിനുശേഷം അവർക്കൊരു മകള് ജനിക്കുകയാണ്. ആതിര എന്നാണ് ആ ഒരു കുട്ടിയുടെ പേര്. 3 വയസ്സായിരുന്നു ആ കുഞ്ഞിന്റെ പ്രായം. എല്ലാ വീട്ടിലുള്ള പ്രശ്നങ്ങൾ അവരുടെ വീട്ടിലുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ മെയ് 8, 2025 ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. ആ ഒരു ഇൻസിഡന്റ് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. അപ്പോൾ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്നിരുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. എല്ലാ ദിവസത്തെയും പോലെ മെയ് 8-ാം തീയതിയും പെരിയസ്വാമി രാവിലെ ഒരു 8 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും തൻ്റെ സഞ്ചിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഫുഡൊക്കെ എടുത്ത് നേരെ പണിസ്ഥലത്തോട്ട് പോവുകയാണ്, അതായത് വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. എന്നാൽ 5 മണി വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 5 മണി സമയത്ത് പാർവതിയുടെ ഒച്ച കേട്ടിട്ട് നൈബേഴ്സ് ഓടിക്കൂടാണ്. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവര് അലമുറയിട്ട് കരയുകയായിരുന്നു. നൈബേഴ്സ് എല്ലാവരും കൂടെ ഓടിക്കൂടി ആ ഒരു ടൈമിൽ അവരിങ്ങനെ കിടന്ന് കരയുന്നുണ്ട്. അതുപോലെ തന്നെ ആ 3 വയസ്സുള്ള ആതിര എന്ന് പറയുന്ന കൊച്ചുണ്ടല്ലോ, ആ കുട്ടി ശ്വാസമൊന്നുമില്ലാതെ നിലത്ത് കിടക്കുന്നുമുണ്ട്. നൈബേഴ്സൊക്കെ ഒന്ന് നോക്കുമ്പോൾ എന്താണ് പറ്റിയതെന്ന് അവർക്ക് മനസ്സിലായില്ല. ആ വീട്ടിൽ ആ സമയത്ത് ആകപ്പാടെ ഈ ഒരു പാർവതിയും അതുപോലെ ആതിരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ മകനായിട്ടുള്ള ശ്രീദേവ് ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂൾ പൂട്ടും കാര്യങ്ങളൊക്കെ ആയത് കാരണം അവിടെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പോയതായിരുന്നു. പാർവതിയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ ശ്വാസമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ കൂടിയിരുന്ന ആളുകൾ വെള്ളമൊക്കെ കൊടുത്ത് ചെറുതായിട്ട് സമാധാനിപ്പിച്ച് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഒരു കള്ളം മുഖം മൂടിയിട്ട് വീട്ടിലോട്ട് കയറിയെന്നും കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ചെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ സീരിയസ്നെസ് ഇവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് ഇവർ പോവുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ പെരിയസ്വാമിയെയും ആളുകൾ വിവരം അറിയിക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് പെരിയസ്വാമി കടയടച്ച് നേരെ തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തുകയാണ്. അവിടെ എത്തി പെരിയസ്വാമി തൻ്റെ വൈഫായിട്ടുള്ള പാർവതിയുടെ അടുത്ത് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, ഇവരിങ്ങനെ കിടന്നുറങ്ങിയ ടൈമിൽ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ട് ഇവർ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് മുഖംമൂടി ധരിച്ച ഒരാളുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ആള് എന്താ പറയുക, ആഭരണവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞു ഇവരുടെ കടന്ന് പിടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് ഇയാളെ ഇവർ തള്ളി മാറ്റി. ആ സമയത്ത് ഇയാൾ നേരെ കുഞ്ഞിനെ എടുക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് കഴുത്ത് ഞെരിച്ചു. ഈ കഴുത്തിൽ കിടക്കുന്ന മാല ആഭരണങ്ങളും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊന്നുകളയെന്ന് പറഞ്ഞു. ആ ഒരു ഭയത്തിൽ ഇവർ മാലയും കാര്യങ്ങളും എടുത്ത് കൊടുത്തു. അപ്പം ഇയാൾ കുഞ്ഞിനെ എന്താ പറയുക വിടുന്ന ആ ഒരു ടൈമിൽ ആ കുഞ്ഞിന് ശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട ആൾ പേടിച്ചിട്ട് മാലയും അവിടെ ഇട്ട് കുഞ്ഞിനെ അവിടെ ഇട്ട് ആൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളൊരു കഥയായിരുന്നു പാർവതി തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള പെരിയസ്വാമിയുടെ അടുത്ത് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടേഴ്സ് പുറത്തോട്ട് വരികയാണ്. അവർ ഈ പെരിയസ്വാമിയുടെ അടുത്തും പാർവതിയുടെ അടുത്തും പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത്. അങ്ങനെ ഈ ഹോസ്പിറ്റൽ അധികൃതർ നേരെ പോലീസിനെയും വിവരം അറിയിക്കുകയാണ്. അപ്പോൾ ഒരു പോലീസ് ടീം നേരെ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തുകയായിരുന്നു. അതുപോലെ തന്നെ ഫോറൻസിക് ടീമും അതുപോലെ തന്നെ വേറൊരു പോലീസ് ടീമും നേരെ ഈ ഒരു ക്രൈം നടന്ന, അതായത് ഈ ഒരു പെരിയസ്വാമിയുടെ വീട്ടിലോട്ടും പോവുകയായിരുന്നു. പോലീസുകാർ നോക്കുമ്പോൾ ഈ ഒരു ക്രൈം നേരിട്ട് കണ്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി പാർവതിയാണ്. അങ്ങനെ പാർവതിയെ സമാധാനിപ്പിച്ചിട്ട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്,
നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു കൊലയാളിയെ കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങൾ പറയുന്ന ഓരോ ഡീറ്റെയിൽസും എന്താ പറയുക, ആ ഒരു കേസിന് ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയുകയാണ്. അങ്ങനെ നടന്ന എല്ലാ കാര്യങ്ങളും അവർ പോലീസിൻ്റെ അടുത്തും പറയാനായിട്ട് തുടങ്ങി. ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ സെയിം കഥ തന്നെയായിരുന്നു പോലീസിൻ്റെ അടുത്ത് അവർ പറഞ്ഞത്. അതായത് അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഈവനിങ് കിടന്നുറങ്ങുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അന്നത്തെ ദിവസം കിടന്നുറങ്ങിയിരുന്നു, അതായത് കുഞ്ഞും ആ ഒരു പാർവതിയും. അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങിയ ആ ഒരു ടൈമിൽ ഈവനിങ് ഒരു 5 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഇവർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു കള്ളനുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ ആ കള്ളൻ ഇവരെ കടന്നു പിടിക്കാൻ ശ്രമിച്ചെന്നും പിന്നീട് അതിന് ശേഷം ആ ഒരു കുഞ്ഞിനെടുത്ത് കയ്യിൽ പിടിച്ച് ഭീഷണിപ്പെടുത്തി. അതിനുശേഷം എന്താ പറയുക, കുഞ്ഞിന് ശ്വാസം കിട്ടാത്ത ഒരു സിറ്റുവേഷനായപ്പോൾ കുഞ്ഞിനെയും അവിടെ ഇട്ട് ഇവർ കൊടുത്ത മാല അവിടെ ഇട്ട് ഇങ്ങനെ അയാൾ ഓടിപ്പോയി തുടങ്ങിയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഇവർ പോലീസിൻ്റെ അടുത്ത് പറയാണ്. പോലീസുകാർ നോക്കുന്ന സമയത്ത് ഒരു കള്ളൻ കിട്ടിയ മാല അവിടെ ഇട്ട് പോയത് അവർക്ക് വിശ്വസിക്കാനായില്ല. എന്നാലും അവർ വേറൊരു രീതിയിലൂടെ ചിന്തിച്ചു. ജസ്റ്റ് മോഷ്ടിക്കണം എന്നുള്ളൊരു രീതിയിൽ, അത് ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമായിരിക്കും കള്ളൻ വീട്ടിലോട്ട് കയറിയിട്ടുണ്ടാവുക. എന്നാൽ ഈ ഒരു കുഞ്ഞിൻ്റെ ശ്വാസം പോയത് കണ്ടപ്പോൾ ദൈവം ഇതൊരു കൊലപാതകമായി പോയോ എന്നുള്ളൊരു ഭയത്തിൽ ആളവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതായിരിക്കാം എന്നുള്ളൊരു ചിന്ത കൂടെ പോലീസിനുണ്ടാവുകയാണ്. അടുത്തതായിട്ട് പോലീസുകാർ പെരിയസ്വാമിയെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ പെരിയസ്വാമിക്കും വൈഫിനിടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ആൾ അന്നത്തെ ദിവസം എവിടെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ രാവിലെ കടയിൽ പോയതാണ്, അല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല എന്നുള്ള കാര്യമാണ് ആൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ പോലീസുകാർ അടുത്തതായിട്ട് CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു ഏരിയയിൽ ഇവരുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു CCTV വിഷ്വൽ പോലീസിന് ലഭിക്കുകയാണ്. ആ ഒരു വിഷ്വൽ പരിശോധിച്ചപ്പോൾ രാവിലെ പെരിയസ്വാമി പറഞ്ഞതുപോലെ തന്നെ പെരിയസ്വാമി കടയിലോട്ടൊക്കെ പോകുന്നുണ്ട്. അതിനുശേഷം ആൾ തിരിച്ച് വന്നിട്ടില്ല. അതായത് ആൾ അതിനുശേഷം അവിടെ നേരെ ഹോസ്പിറ്റലിലോട്ടാണ് വന്നത്. അതായത് ആൾ പറഞ്ഞ സ്റ്റോറി കറക്റ്റാണ്. എന്നാൽ ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ പാർവതി, അവർ പറഞ്ഞ സ്റ്റോറിക്ക് അനുസരിച്ചിട്ട് ഒരു 5 മണി സമയമൊക്കെ ആവുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു കള്ളൻ വീടിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ടാകണം. എന്നാൽ ആ CCTV വിഷ്വൽ പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെ ഒരാൾ ആ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുമില്ല, അവിടെ നിന്ന് പോയിട്ടുമില്ല. സോ ഈ ഒരു പാർവതി എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് പോലീസിന് തോന്നുകയാണ്. ഇവരെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് കിട്ടുമെന്ന് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത്. ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ ആരോ കയറ് വെച്ച് എന്താ പറയുക മുറുക്കിയിട്ടായിരുന്നു ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ പാർവതി പറയുന്നത് ശുദ്ധ നുണയാണെന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. അതായത് പാർവതി പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചതാണല്ലോ. ഓട്ടോപ്സി റിപ്പോർട്ടിലുള്ളതാണെന്നുണ്ടെങ്കിൽ കയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു എന്നുള്ളതുമാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ കൊലപാതകത്തിനെ കുറിച്ച് പാർവതിക്ക് അറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് പോലീസുകാർ പാർവതിയെ കസ്റ്റഡിയിലെടുക്കുകയാണ്. ആദ്യം അവർ പറഞ്ഞ സ്റ്റോറി വീണ്ടും റിപ്പീറ്റ് ചെയ്തു. എന്നാൽ നല്ല രീതിയിൽ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ ഉണ്ടായ കാര്യം മുഴുവൻ തുറന്നു പറയുകയായിരുന്നു. തൻ്റെ 3 വയസ്സുള്ള ആ ഒരു കുഞ്ഞിനെ താൻ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നുള്ളത് പാർവതി സമ്മതിക്കുകയായിരുന്നു. ഇത് കേട്ട് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. വെറും 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ കൊലപ്പെടുത്താനും മാത്രം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു എന്താ പറയുക പാർവതിക്ക് ഉണ്ടായിരുന്നതെന്ന് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ പാർവതി തൻ്റെ കഥ പറയാനായിട്ട് തുടങ്ങി. ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് പെരിയസ്വാമിയുടെയും അതുപോലെ തന്നെ ഈ ഒരു പാർവതിയുടെയും കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 10 വർഷങ്ങൾക്ക് മുൻപ് ഈ പാർവതിയുടെ വീട്ടിലിങ്ങനെ തകൃതിയായിട്ട് കല്യാണാലോചനകളും മറ്റൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. റിലേറ്റീവ്സ് വഴിയും ബ്രോക്കർമാർ വഴിയും പല ആലോചനകളൊക്കെ നോക്കി. ആ സമയത്ത് MSc കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് സ്കൂളിൽ പാർവതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ പെരിയസ്വാമിയുടെ വിവാഹാലോചന വരുന്നത്. പെരിയസ്വാമിയുടെ വിവാഹാലോചന വന്ന സമയത്ത് പാർവതിക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പാരൻസ് നോക്കുന്ന സമയത്ത് ജാതകവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാച്ച് ആവുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഫാമിലിയെയും ഈ പാർവതിയുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ പാർവതിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പാർവതി പറഞ്ഞു, എനിക്ക് ആ വിവാഹത്തിന് തീരെ താല്പര്യമില്ല, ആളൊന്നും പഠിച്ചിട്ടില്ല, ഞാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും പഠിച്ചിട്ടൊക്കെ ഉള്ള ഒരാളാണ്, അപ്പോൾ എനിക്ക് ഇത്തിരി വിദ്യാഭ്യാസമുള്ള ഒരാളൊക്കെ വേണമെന്ന് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പാരൻസ് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലി കുഴപ്പമില്ല, ജാതകം മാച്ച് ആവുന്നുണ്ട്, ആൾ വലിയതായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിലും വെൽഡിങ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്, പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് ആ ഒരു പെൺകുട്ടിക്ക് താല്പര്യം ഇല്ലാതിരുന്നിട്ടും അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ചെന്നുള്ള രീതിയിൽ ആ ഒരു വിവാഹം നടത്തുകയായിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. തൻ്റെ വിധി ഇതാണെന്ന് വിചാരിച്ചുകൊണ്ട് പാർവതി ആ ഒരു ജീവിതവുമായി പൊരുത്തപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. അപ്പോഴും പാർവതി ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യാണ്.
പാർവതി ജോലിക്ക് പോകുന്നത് മറ്റൊന്നും ഇയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ എന്താണ് ജോലിക്ക് പോകുന്നത്, ആരെ കാണാനാണ് ജോലിക്ക് പോകുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ആളുടെ പിന്നീടുള്ള പെരുമാറ്റം. അതായത് ഇവർ സ്കൂളിൽ പോകുന്നത് വേറെ ആരൊക്കെയോ കാണാനാണെന്നുള്ള രീതിയിൽ പെരിയസ്വാമി പറയുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ പേരിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുകയാണ്. അങ്ങനെ ഭർത്താവിൻ്റെ ഈ ഒരു സംശയം കാരണം പാർവതിക്ക് ഒരു സമാധാനം കിട്ടാത്തത് കൊണ്ട് ഈ ഒരു ജോലി അവർ രാജിവെക്കുകയായിരുന്നു. അങ്ങനെ ജോലി രാജിവെച്ചു. പിന്നീട് ഇവർക്ക് ഒരു മകൻ പിറന്നു, ശ്രീദേവ് എന്ന് പറയുന്ന. പിന്നീട് മകൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ബിസിയായി. എന്നാൽ അപ്പോഴും സംശയവും കാര്യങ്ങളൊന്നും കുറഞ്ഞില്ല, കൂടുകയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമുള്ള കാര്യങ്ങൾ പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാർവതിക്ക് ഒരാളായിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും റിലേറ്റീവ്സ് ആയിട്ടുള്ള പുരുഷന്മാരോ ഒന്ന് സംസാരിച്ചാലോ, കസിൻസ് ആയിട്ടുള്ള ചേട്ടന്മാരോ മറ്റോ ആരെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചാൽ, അനിയന്മാരൊക്കെ ആയിട്ട് വന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലോ ഈ ഒരു ഭർത്താവ് അവരുടെ അടുത്ത് ചോദിക്കുമെന്നാണ് പറയുന്നത്. നിനക്കും അവനും തമ്മിൽ എന്താണ് ബന്ധം, കുറേ നേരം വർത്താനം പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താണ് പരിപാടി എന്നൊക്കെ ചോദിക്കുമെന്നായിരുന്നു പറയുന്നത്. അതായത് ഇവർക്ക് ഒരാളോടൊന്ന് സംസാരിക്കാനുള്ളൊരു ഫ്രീഡം പോലും ഈ ഒരു പെരിയസ്വാമി കൊടുക്കാറുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു പോലീസിൻ്റെ അടുത്ത് പാർവതി പറഞ്ഞത്. അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാടധികം ഇഷ്യൂസും ടോർച്ചറും സംശയവും ഒക്കെ കൂടെ കാരണം ഇവരുടെ മെൻ്റൽ ഹെൽത്ത് ആകെപ്പാടെ വീക്കാവുകയാണ്. അങ്ങനെ തിരുനെൽവേലിയിലുള്ള ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട്, ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ ഇവർ കൺസൾട്ട് ചെയ്യുകയാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അവർ മെൻ്റലി സ്റ്റേബിൾ ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നാലും സംശയത്തിൻ്റെ കാര്യത്തിൽ മാത്രം എന്താ പറയുക, പ്രത്യേകിച്ചൊരു പുരോഗതി ഉണ്ടായിരുന്നില്ല. ആളുടെ സംശയം പഴയതിനെക്കാട്ടിലും പൂർവാധികം ശക്തിയോടെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം ഇവർ ചിന്തിക്കുകയാണ്, തനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കല്യാണം തൻ്റെ വീട്ടുകാരൻ നിർബന്ധിപ്പിച്ചിട്ട് തന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് തൻ്റെ അവസ്ഥ ഇതായി. മെൻ്റലി ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും തനിക്ക് യാതൊരു സ്വസ്ഥതയില്ല. അതുപോലെ തന്നെ താൻ പഠിച്ചിട്ടൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ജീവിതം തന്നെ എന്തിനാണ്, ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാണെന്നുള്ളൊരു ചിന്ത അവർക്ക് വരികയാണ്. അങ്ങനെ അവർ സൂയിസൈഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞൊറ്റക്കാവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു കുഞ്ഞിനെയും കൊലപ്പെടുത്താം, താനും ചാവാമെന്നുള്ളൊരു ചിന്തയിലോട്ടാണ് അവരെത്തിയത്. അങ്ങനെയാണ് അവർ കുഞ്ഞിനെ കൊലപ്പെടുത്താനായിട്ട് തീരുമാനിക്കുന്നതും തൊട്ടിൽ കെട്ടുന്ന ആ ഒരു കയറെടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിക്കുന്നതും. എന്നാൽ കുറച്ചു നേരം കഴുത്ത് ഞെരിച്ചതിന് ശേഷം അവർക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക, ചിന്തയിലും കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവുകയാണ്. ഇങ്ങനൊന്നും ചെയ്യണ്ടെന്ന് തോന്നുകയാണ്. എന്നാൽ ആ ഒരു സമയമായപ്പോഴത്തേനും കൊച്ച് എന്താ പറയുക, ശ്വാസം എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഒച്ചയിട്ട് ആളുകളെ കൂട്ടിയതെന്നും നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയതെന്നും ഒക്കെ അവർ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അതായത് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇവർക്ക് സൂയിസൈഡ് ചെയ്യണ്ട, കുഞ്ഞിനെ കൊല്ലണ്ട എന്നുള്ളൊരു ചിന്ത വന്നു. ഈ ഒരു കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ച് കുഞ്ഞിൻ്റെ ശ്വാസം പോയതിലും പോയിട്ടും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് കരുതിയെന്നും, എന്നാൽ കുഞ്ഞ് രക്ഷപ്പെട്ടില്ല, മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് കരയുകയായിരുന്നു. പോലീസുകാർ നോക്കുമ്പോൾ ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവരാദ്യം തന്നെ ആത്മഹത്യ ചെയ്യണം. അപ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ കുഞ്ഞൊറ്റക്കാവൂല, അപ്പോൾ ഈ കുഞ്ഞിനെയും കൂടെ കൊല്ലാമെന്നുള്ള രീതിയിലായിരുന്നു തീരുമാനിച്ചത് എന്നുള്ള രീതിയിലാണ് ഇവർ ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് പെട്ടെന്ന് ഇവരുടെ മൈൻഡ് മാറുകയാണ്. എന്നാൽ ആ മൈൻഡ് മാറുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു കുഞ്ഞിനെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങളൊക്കെ പോലീസുകാരിങ്ങനെ അനലൈസ് ചെയ്യണം. അപ്പോൾ പോലീസുകാർ ഇവരുടെ അടുത്ത് തിരിച്ച് വേറൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ മകനായിട്ടുള്ള ശ്രീദേവി ഇങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടൂലേ, അപ്പോൾ എന്തേ ആ ഒരു പയ്യനെ നിങ്ങൾ കൊലപ്പെടുത്താതിരുന്നത്? അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പയ്യനെ നിങ്ങൾ എന്തുകൊണ്ട് ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചില്ല എന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ ആ ഒരു സ്ത്രീ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഓൾറെഡി 9 വയസ്സായില്ലേ, അവൻ ഇനി ജീവിച്ചോളൂ എന്നുള്ളൊരു തരത്തിലായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ കൂടെ കേട്ട് പോലീസുകാർ തന്നെ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. ഈ ഒരു കേസിൽ ഇപ്പോൾ പാർവതി ജയിലിലാണ്. അതുപോലെ തന്നെ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാർവതിക്ക് വേറെ എന്തെങ്കിലും കണക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഇവരുടെ ഫോണും മറ്റുമൊക്കെ പരിശോധിച്ച് പോലീസുകാർ നോക്കുകയായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പെരിയസ്വാമി ഇവരെ ഇതേപോലെ തന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളതും ഇതേപോലെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർവതിക്ക് നല്ല രീതിയിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിലും മറ്റുമൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.